എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. പ്ലീസ് ബോട്ടിൽ ഓൾ ദീസ് സ്ട്രോബെറീസ് ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ഡ്രൈയിങ്. ഐഡന്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ്സ് പാർട്സ് ഓഫ് സ്പീച്ച്. ഏതാണ് വരിക? വെർബാണ് അല്ലേ? ബോട്ടിൽ ഓൾ ദീസ് സ്ട്രോബെറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് വെർബായിട്ടാണ് എടുക്കുക. അപ്പോൾ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൗ എ ഡേയ്സ് ട്രക്സ് ഓഫ് ദിസ് കമ്പനി ഡാഷ് പ്രിഫേർഡ് ബൈ മോസ്റ്റ് ഓഫ് ദ ഡ്രൈവേഴ്സ്. ആൻസർ എ ആർ. Nowadays, trucks of this company are preferred by most of the drivers. Next question. The questions in the exam will be confined dash the syllabus prescribed. Answer D. None of these. Next question. If they dash the market in time, they could get fresh vegetables. Answer C. Reached. Next question. John has never had a quarrel with his wife. Select the suitable question tag. Answer A. Has he. Next question. She made the announcement in camera. Choose the word which can replace the one underlined. Answer D. None of these. Next question. We were surprised by his temerity. Select the word which has the same meaning as the one underlined. Answer C. Rashness. Next question. John is a person who hates women. Select the one word equivalent to the underlined part. Answer D. None of these. Next question. Select the correctly spelt words. Cadaver, superintendent. Answer C ആണ് both. Next question. Affluent patients go to this hospital. Choose the word opposite to the one underlined. Affluent opposite. Answer B. Poor. Next മലയാളാണ്. വിദുഷി എന്ന പദത്തിന് അനുയോജ്യമായ പുല്ലിംഗ രൂപം ഏത്? വിദ്വാൻ, വിദുഷി. പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത്? ആൻസർ സി. വൈദ്യർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ തേനിന് പര്യായം അല്ലാത്ത പദം ഏത്? ആൻസർ ബി. മധുപൻ. മധു, മരന്തം, മകരന്തം ഒക്കെ തേനാണ്. പീയൂഷം, അമൃത് ഒക്കെ തേനിന് പര്യായമാണ്. മധുപൻ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാഗതീതം പിരിച്ചെഴുതുന്നത് എങ്ങനെ? വാക്കു പ്ലസ് അതീതം വാഗതീതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേവലക്രിയയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? കേവലക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? തനിയെ ചെയ്യുന്നതാണ് കേവലക്രിയ. അപ്പൊ അതിന് ഉദാഹരണമല്ലാത്തത്, അതായത് ഉറക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ പ്രേരണ കൊണ്ടാണ് ചെയ്യണത്. ഉറങ്ങുന്നു എന്നാണ് വെച്ചെങ്കിൽ നമ്മൾ ഉറങ്ങുക, അത് തനിയെ ചെയ്യണതാണ്. പക്ഷെ ഉറക്കുക എന്ന് പറയുമ്പോൾ അത് തനിയെ ചെയ്യണതല്ല. അപ്പൊ കേവലക്രിയക്ക് ഉദാഹരണമല്ല. കേവലക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തനിയെ ചെയ്യണ ക്രിയയാണ് കേവലക്രിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്നേഹധൻ, ധനൻ ഏത് സമാസം ആണ്? ആൻസർ എന്താ വരാ? ബഹുവ്രീഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒരെണ്ണം വർഗാക്ഷരങ്ങളുടെ ചില്ലാണ്. ഏതാണത്?
ആൻസർ എ എൻ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രേക്ഷകൻ എന്ന പദത്തിന് കാഴ്ചക്കാരൻ എന്നാണ് അർത്ഥം. എന്നാൽ പ്രേക്ഷകൻ എന്ന പദത്തിന് എന്താണ് അർത്ഥം? പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞയച്ചവൻ. പ്രേക്ഷകൻ കാഴ്ചക്കാരൻ, പ്രേക്ഷകൻ പറഞ്ഞയച്ചവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സന്ധ്യ അനുസരിച്ച് കൂട്ടത്തിൽപ്പെടാത്ത പദം ഏത്? ആൻസർ ഡി, പട്ടുശീല. തിര പ്ലസ് ശീല തിരശീല, മടി പ്ലസ് ശീല മടിശീല, കുട പ്ലസ് ശീല കുടശീല. ഇതിലൊക്കെ ദ്വിത്വമാണ് വരുന്നത്, ദ്വിത്വസന്ധി. ഇതിലോ പട്ട് പ്ലസ് ശീല പട്ടുശീല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ഏതിലാണ് കണ്ണടയ്ക്കുക എന്നതിന് ആ ക്രിയ തീരെ പ്രകടമല്ലാത്തത്? കണ്ണടയ്ക്കുക എന്നതിന് തീരെ പ്രകടമല്ലാത്തത്. അച്ഛൻ കണ്ണടച്ചതിന് ശേഷമാണ് കുട്ടി ഇത്ര വഷളായത് എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.